കഴിഞ്ഞ ചാപ്റ്ററുകളിലെല്ലാം നമ്മൾ ബൂട്ട്സ്ട്രാപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ചില കമ്പോണൻസുകളും അതുപോലെ ബൂട്ട്സ്ട്രാപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു. സോ ഇനി നമ്മൾ മറ്റു കമ്പോണൻസുകളെല്ലാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ പ്രത്യേകം ചാപ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് വളരെ ഈസിയായി ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. സോ നമ്മൾ അതിന് ചെയ്യേണ്ടത് ബൂട്ട്സ്ട്രാപ്പ് വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഈ ഡോക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ കമ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വരിക. ഇതിൽ ചില കമ്പോണൻസ് ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ബട്ടൺ, അതുപോലെ ബാഡ്ജ്, അലേർട്ട് തുടങ്ങിയവയെല്ലാം പഠിച്ചു കഴിഞ്ഞു. ബാക്കി കമ്പോണൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നതും അതുപോലെ വളരെ റയറായി ഉപയോഗിക്കുന്നതുമായ കമ്പോണൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ചില കമ്പോണൻസുകൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാം. ഉദാഹരണമായി നമ്മളിവിടെ നാവ് ബാർ നമുക്ക് വളരെ അത്യാവശ്യമായി വരുന്ന സംഭവമാണ് നാവിഗേഷൻ ബാർ. സോ അതിൻ്റെ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, വിവിധ ലോഗോ അടങ്ങിയതും അല്ലാത്തതുമായ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാൻ ഈ ഏറ്റവും മുകളിലെ ഈ ഒരു നാവിഗേഷൻ ബാറാണ് വേണ്ടതെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഈ കോഡ് മുഴുവൻ നമ്മൾ കോപ്പി ചെയ്യുന്നു. നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതി. സോ ഞാനിവിടെ കോപ്പി ചെയ്യാം. സോ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാവിഗേഷൻ ബാർ നമുക്കിതുപോലെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. സോ നമുക്കിനി ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായി നമുക്കിവിടെ ഹെഡിങ് ആയി വരുന്നത് നാവ് ബാർ എന്നാണ്. സോ നമ്മുടെ ഏതൊരു കമ്പനിക്ക് വേണ്ടിയാണോ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, അവരുടെ പേരായിരിക്കും നമ്മൾ സാധാരണ കൊടുക്കുക. ആ ഒരു പേര് കൊടുക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ ടെക് മീഡിയ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേര് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലിങ്കുമായി ബന്ധപ്പെട്ട ഹോം, അതുപോലെ ഇവിടെ നമുക്ക് സർവീസസ് എന്ന് കൊടുക്കാം. അതുപോലെ താഴെ വന്നതിന് ശേഷം കോൺടാക്റ്റസ്. സോ ഇതൊക്കെ എവിടെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ വെബ്സൈറ്റിൽ വന്നാൽ സാധിക്കും. നമ്മളിവിടെ ഡ്രോപ്പ് ഡൗൺ എവിടെയാണ് നമ്മൾ കോൺടാക്റ്റസ് കൊടുക്കുന്നത്, അതുപോലെ ഇവിടെയാണ് നമ്മൾ സർവീസസ് എന്ന് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ നമ്മൾ എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നെല്ലാം. സോ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാം നമ്മളിവിടെ കൊടുത്ത ഹോം, സർവീസസ്, അതുപോലെ കോൺടാക്റ്റസ്. സോ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന ഭാഗത്ത് മോർ എന്ന് കൊടുക്കാം. സോ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഡ്രോപ്പ് ഡൗൺ ഇവിടെ നമ്മൾ മോർ എന്ന് കൊടുക്കാം. മോർ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് മോർ എന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായി കസ്റ്റമൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ വളരെ ഈസിയായി നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. സോ അപ്പോൾ ഇവിടെ ഉള്ളത് BG ലൈറ്റ് ആണ്. സോ നമ്മളിവിടെ BG പ്രൈമറി കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു കളർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. BG പ്രൈമറി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കളർ ലഭിക്കും. അതുപോലെ നമുക്ക് BG വാർണിംഗ് കൊടുക്കാം. BG വാർണിംഗ്, സേവ് ചെയ്യാം. BG വാർണിംഗ് കൊടുത്താൽ ഈ ഒരു കളർ ലഭിക്കും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ടെക് മീഡിയ എന്ന് കൊടുത്തിട്ടുള്ള എലമെൻറ്റ് ഈ എലമെൻ്റ് ആണ്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ക്ലാസ്സിനുള്ളിൽ നമ്മൾ ടെക്സ്റ്റ് വൈറ്റ് എന്ന് കൊടുക്കുക. സോ അതിന് വൈറ്റ് കളർ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്തതായി വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് കരോസൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ഒരുവിധ എല്ലാ വെബ്സൈറ്റിലും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കിങ്ങനെ ഓരോ സ്ലൈഡും നമ്മൾ ഇതുപോലെ ഈ സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഭാഗത്ത് പിക്ചർ ആയിരിക്കും വരുന്നത്. നമുക്ക് ഓരോ സ്ലൈഡ് ഇതുപോലെ കാണാൻ സാധിക്കും. സോ ഇവയ്ക്കെല്ലാം ഇങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഈ ഒരു കരോസൽ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം നമ്മൾ നാവ് ബാറിന് താഴെയായി പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ലഭിക്കില്ല, കാരണം നമ്മൾ പിക്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സോ നമ്മുടെ കയ്യിൽ 3 പിക്ചറുണ്ട്. പിക്ക് 1, പിക്ക് 2, പിക്ക് 3 എന്ന് പറയുന്ന 3 പിക്ചറുണ്ട്. സോ അത് നമുക്കിവിടെ കൊടുക്കാം. നമ്മളിവിടെ ഈ ഇമേജ് SRC എന്ന് പറയുന്ന ഭാഗത്ത് മാത്രം കൊടുത്താൽ മതി. സോ നമ്മൾ ഇമേജ് SRC എന്ന് പറയുന്നതിൻ്റെ സോഴ്സ് മാത്രം ചേഞ്ച് ചെയ്യാം. ഡോട്ട് പിക്ക് 1 കൊടുക്കാം. അതുപോലെ രണ്ടാമത്തതിൽ ഡോട്ട് പിക്ക് 2 കൊടുക്കാം. മൂന്നാമത്തേൽ നമുക്ക് പിക്ക് 3 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മളിതുപോലെ നമുക്കിതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ style.css ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമുക്ക് ഈ img എന്ന് പറയുന്ന എലമെൻറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹൈറ്റ് നമ്മളൊരു 200 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. ഒന്നുകൂടി നമുക്കൊരു 500 പിക്സൽ കൊടുക്കാം. സോ നമുക്ക് കറക്റ്റായി ലഭിക്കും.
സോ 500 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മൾ കൊടുത്ത 3 പിക്ചറും നമ്മൾ കരോസൽ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തത്. സോ ഇത്തരത്തിൽ നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റു കുറച്ച് കമ്പോണൻസുകൾ കൂടി നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഉദാഹരണമായി സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് സ്പിന്നേഴ്സ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്താൽ അത് നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പിന്നർ നമുക്ക് എവിടെയാണ് വേണ്ടത് ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പിന്നർ അവിടെ ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ മറ്റ് കമ്പോണൻസുകളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം നമ്മൾ ഇതിൽ നിന്ന് കോഡ് കോപ്പി ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഡ്രോപ്പ് ഡൗൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല ഓപ്ഷൻസും ലഭിക്കുന്ന തരത്തിലുള്ള ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ കാർഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ കൊളാപ്സ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ മോഡൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നു. മോഡൽ കമ്പോണൻസ് ക്ലോസ് ചെയ്യാനും സേവ് ചെയ്യാനുമുള്ള ക്ലോസ് ചെയ്യുന്നതിനും അതുപോലെ സേവ് ചെയ്യുന്നതിനുമുള്ള 2 ഓപ്ഷനും ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള മറ്റു തരത്തിലുള്ള കമ്പോണൻസുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ആവശ്യമുള്ളവ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.